തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സഹോദരൻ, പെൺസുഹൃത്തുൾപ്പെടെ 5 പേരെയാണ് പ്രതി അഫാൻ കൊലപ്പെടുത്തിയത്. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയത് സ്വർണ്ണമാല നൽകാത്തതുകൊണ്ടുള്ള പ്രതികാരമെന്നാണ് സൂചന. പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയത് സൽമ ബീവി, മാല നൽകിയത് ലത്തീഫിനെന്ന സംശയത്താൽ എന്നാണ് ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ട 5 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പ്രതി അഫാൻ പേരുമലയിൽ നിന്ന് പാങ്ങോട്ടേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ഇപ്പോൾ അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, ഈ കൂട്ടക്കൊലപാതകം എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമായിട്ടുണ്ടോ? പോലീസ് എന്തൊക്കെയാണ് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ? അജീഷ്. ഉന്മേഷ്, എന്തായാലും ആ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ 2 കൊലപാതകങ്ങൾ നടന്ന, അതായത് ഈ അഫാന്റെ പിതൃ സഹോദരനായ ലത്തീഫ്, ഒപ്പം തന്നെ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ, ഇവരെ 2 പേരെയും കൊലപ്പെടുത്തിയ ചുള്ളാളത്തെ വീട്ടിലാണ് ഞാനുള്ളത്. ഈ പേരുമല അഫാന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലമുള്ളത്. ഇവിടുന്ന് ആദ്യം ഇയാൾ പോയത് അവിടുന്ന് കല്ലറ പാങ്ങോട്ടേക്കുള്ള വീട്ടിലേക്കാണ്. 20 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഉച്ചയ്ക്ക് 12:30-ക്ക് ശേഷം, അതായത് 12:30-ക്ക് ഇയാൾ ബൈക്കിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്തിയിരുന്നു. അത് 3 മണിക്കാണ് ആ കൃത്യം നടത്തിയത്. അതിനുശേഷമാണ് 3 മണിക്കോടെ ഇയാൾ അവിടുന്ന് ഏതാണ്ട് 12 കിലോമീറ്ററുള്ള ഈ ചുള്ളാളത്തെ ഈ വീട്ടിലെത്തിയത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരുന്നുണ്ട്. ഇവിടുത്തെ അവരുടെ 2 ലത്തീഫിന്റെ ഭാര്യ, 2 പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വാർഡ് മെമ്പർ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വന്നിരുന്നത്. ചേട്ടാ, എന്താ ഈ ഇൻക്വസ്റ്റ് പൂർത്തിയാവാറായോ? അരമണിക്കൂറോട് കഴിയുമ്പോൾ പൂർത്തിയാവും. ഒരെണ്ണം കഴിഞ്ഞു, രണ്ടാമത്തേത് തുടങ്ങി. ഈ മൃതദേഹങ്ങൾ എങ്ങനെ ആയിരുന്നു കിടന്നിരുന്നത്? സെറ്റിയിൽ ലത്തീഫ് എന്ന് പറയുന്ന ആളിൻ്റെ മൃതദേഹം സെറ്റിയിലാണ്, ഒന്ന് ചരിഞ്ഞിരിക്കുകയാണ്. ശരീരമാസകലം ബ്ലഡ് ചീറ്റിയിട്ടുണ്ട്, ചുവരിലെല്ലാം ബ്ലഡ് ചീറ്റിയിട്ടുണ്ട്. തലയിലാണ് മുറിവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദ അടുക്കളയുടെ വാതിലിൻ്റെ സെൻട്രലായി കിടക്കുകയാണ്. അവിടെ ശരിക്കും ബ്ലഡ് പോയിട്ടുണ്ട്. ഇത് സെറ്റി ആയതുകൊണ്ട് ലത്തീഫിൻ്റെ ബ്ലഡ് സെറ്റിയിലായിട്ട് പോയിരിക്കുകയാണ്. അതേസമയം ഷാഹിദയുടെ ബ്ലഡ് യഥാർത്ഥത്തിൽ തറയിൽ ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്, തളം കെട്ടി നിൽക്കുകയാണ്. ഇവർ 2 പേരെയും നാട്ടുകാർക്ക് എല്ലാം സുപരിചിതരായിട്ടുള്ള ആളാണ്. എനിക്കൊരു 4-4.5 വർഷത്തെ പരിചയമുണ്ട്. അവർ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ CRPF-ലെ ജീവനക്കാരനായിരുന്നു. പെൻഷനൊക്കെ പറ്റി വളരെ നന്നായി കുടുംബജീവിതം നോക്കി പോകുന്ന ഒരു മനുഷ്യനാണ്. മക്കളൊക്കെ 2 പെൺമക്കളുണ്ടാകുന്നതാണ് എൻ്റെ അറിവ്. 2 പെൺമക്കളെയും പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു. അവർ പ്രത്യേകം താമസിക്കുകയാണ്. ഇവർ 2 പേരും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ ഇവർ 2 പേരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പയ്യനെ കുറിച്ചിട്ട് അറിയാമോ? ഈ അഫാനെ കുറിച്ച് കൂടുതൽ വിവരം നമുക്കില്ല. കാര്യം 23 വയസ്സുള്ള ന്യൂ ജനറേഷനാണ്. ഇവിടെ അങ്ങനെയൊന്നും വന്ന് ഈ ഇവരുടെ റിലേറ്റീവ്സ് ആണെന്ന് പോലും നമുക്കറിഞ്ഞൂടാ. മുമ്പ് വന്നിട്ടുള്ളതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു? ഇല്ല. ഇപ്പൊ ഇവിടെ മരുമക്കളുണ്ട്, 2 മരുമക്കൾ 2 പേരുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാകും. പൂർത്തിയായതിനു ശേഷം പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് അവരുടെ കുടുംബ ജമാഅത്ത് എന്ന് പറഞ്ഞ പാങ്ങോടാണ്. പാങ്ങോട് പഞ്ചായത്തിലാണ് അവരുടെ ജമാഅത്ത്. അവിടെയാണ് ഖബറടക്കം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെയാണ്. വാർഡ് മെമ്പർ ആണ് ഈ ഇൻക്വസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വന്നിരുന്നത്. ഇതിൽ പോലീസ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നു. അത് പൂർണ്ണമായിട്ടും വ്യക്തമാക്കാൻ നമുക്ക് സാധിക്കില്ല. അതായത് പോലീസ് പറയുന്നത് ഈ 2 ആഴ്ച മുമ്പ് തന്നെ ഈ ബാപ്പയുടെ ഉമ്മയെ സെലീന ബീവിയുമായിട്ട് ഈ മാല, കഴുത്തിൽ കിടന്ന 4 പവന്റെ മാല ഈ അഫാൻ ചോദിച്ചിരുന്നു. പക്ഷെ അന്ന് കൊടുത്തിരുന്നില്ല. അതിനുശേഷം വീണ്ടും ഇന്നലെ ഈ മാല എടുക്കാനായിട്ടാണ് അഫാൻ ഈ പാങ്ങോട് ഉള്ള വീട്ടിലേക്ക് പോയത്. അവിടെ ഒറ്റമുറി വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അവർക്ക് 11 മക്കളുണ്ട്. പക്ഷേ അവരാരും കൂടെ താമസിക്കുന്നില്ല. അവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ്. മകൾ ആണ് രാത്രി ഊട്ടുകിടക്കാൻ ചെല്ലുന്നത്. ആ സമയത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഉമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ആ മാല ഒരുപക്ഷെ പ്രിയപ്പെട്ട മകൻ ലത്തീഫിന് കൊടുത്തിട്ടുണ്ടാകുമെന്നുള്ള സംശയത്തെ തുടർന്നാണ് അഫാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷമാണ് ഇവിടെയും കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതായത് പണത്തിന് വേണ്ടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. മാത്രമല്ല ഇയാൾ ലഹരിക്കടിമയായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്.